ഓക്കെ. ഇപ്പൊ സമയം ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു 2 മാസം മുമ്പ് ഞാൻ ഒരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായ ഒരു കോമഡി എനിക്ക് ഓർമ്മ വന്നു. സോ ഐ തോട്ട് ഓഫ് ഷെയറിങ് ഇറ്റ് വിത്ത് യു. ഞാൻ എന്തായാലും ഇന്ന് കാലത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് കിടന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം തന്നെ വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ച്. ചെറിയൊരു വീഡിയോ ആയിരിക്കും, ഷോർട്സ് ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്യാം. അപ്പം ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല. ഒരു അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നമ്മുടെ കോളേജിൽ പ്ലേസ്മെൻ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പം കോളേജിൽ വന്ന സമയത്ത് എനിക്ക് അവിടെ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനങ്ങനെ ഓഫ് ക്യാമ്പസ് ഈ ഒരു കമ്പനി ഒരു റോളിന് ഒരു പെർട്ടിക്കുലർ ജോബ് റോളിന് വിളിച്ചു. അത്യാവശ്യം നല്ലൊരു പാക്കേജും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് നമുക്ക് കുറേ റൗണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനെ കുറേ റൗണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇൻ്റർവ്യൂ, HR ഇൻ്റർവ്യൂവിന് മുൻപുള്ള എല്ലാ റൗണ്ട്സും നമുക്ക് ഓൺലൈൻ ആയിട്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് എ ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഓൺലൈൻ ത്രൂ എക്സാംസും അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അല്ലെങ്കിൽ എന്ത് നടക്കുമ്പോഴും ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന കുറച്ച് പരിപാടികളാണ് ഈ ChatGPT അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉടായ്പ വെച്ചിട്ടൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാരും എക്സാംസ് ഒക്കെ ഓൺലൈനിൽ ക്രാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതുന്നുണ്ടാവുക. എനിക്കൊന്നും അത്ര സത്യസന്ധരായിട്ടിരുന്ന് ഞാൻ പഠിച്ചത് ഞാൻ എഴുതുന്നൊക്കെ പറയുന്നവർ എനിക്ക് അറിയില്ല എത്ര പേരുണ്ടെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷേ കുറേ പേരൊക്കെ ഇപ്പം അങ്ങനെ ഓൺലൈൻ എന്തെങ്കിലും ഇതൊക്കെ വെച്ചിട്ടൊക്കെയാണ് കൂടുതലും ആൻസേഴ്സ് ഒക്കെ എഴുതാറ്. അപ്പം എനിക്കിതുപോലെ ഈ ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിലൊരു 50 ക്വസ്റ്റ്യൻ എന്തോ ഉണ്ടായിരുന്നു. ഒരു 30 ക്വസ്റ്റ്യൻ സംതിങ് ഞാൻ എൻ്റെ ബുദ്ധി വെച്ചിട്ട് എൻ്റെ രീതിയിൽ തന്നെ ഞാൻ എഴുതി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ സമയം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും സമയം ബാക്കിയുണ്ടല്ലോ, പിന്നെ കോമ്പറ്റീഷൻ ടൈറ്റ് ആകുമ്പോൾ നമുക്ക് 1 മാർക്ക് 2 മാർക്കിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ജോബ് പോവുക. അപ്പം ഞാൻ ഒരു 10 ക്വസ്റ്റ്യൻ സംതിങ് ഞാൻ ഒരു ഓൺലൈൻ AI ഹെൽപ്പ് വെച്ചിട്ടായിരുന്നു ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ആൻസറൊക്കെ എഴുതി ഞാൻ ആ റൗണ്ട് ക്ലിയർ ചെയ്തു. ബാക്കിയുള്ള റൗണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഈ ഒരു 10 ക്വസ്റ്റ്യനാണ് ഞാൻ ഓൺലൈൻ നോക്കി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ എം ഷുവർ ആ ഒരു എക്സാമിൽ 50 ക്വസ്റ്റ്യനും ഓൺലൈൻ AI വെച്ച് ചെയ്തിട്ടുള്ള ടീംസ് ഉണ്ടാവും എന്തായാലും. അപ്പം അങ്ങനെ അവസാനം ഞാനൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഈ സെയിം കമ്പനിയുടെ തന്നെ എന്നെ റൗണ്ട് ക്ലിയർ ചെയ്തു പറഞ്ഞ് ഇൻ്റർവ്യൂവിന് ബാംഗ്ലൂർക്ക് വിളിച്ചു. അപ്പം ഞാൻ അവിടെ ചെന്ന സമയത്ത് ഒരു 1 hour നമുക്ക് ആദ്യം ടെക്നിക്കൽ ഡിസ്കഷൻ ആൻഡ് ഇൻ്റർവ്യൂ വാസ് ദെയർ. ഇറ്റ് വെൻ വെൽ. അത് നല്ല രീതിക്ക് എനിക്ക് ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റി ആ ഒരു മാമിനെ. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മാനേജറായിട്ടായിരുന്നു നമുക്കൊരു ഡയറക്റ്റ് HR ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ചെന്നപ്പം പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചോദിച്ചു. പേരെന്താ, സ്ഥലം എവിടെയാ, ഏതായിരുന്നു കോളേജ്, ഇങ്ങനത്തെ കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓൺലൈനായിട്ട് നടത്തിയൊരു എക്സാം ഉണ്ടല്ലോ, ഈ എക്സാമിൽ ഒരു 5 ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചു, 4 ഓപ്ഷനും അങ്ങോട്ട് തന്നു. പുള്ളി ചോദിച്ച 5 ക്വസ്റ്റ്യനും ഞാൻ AI നോക്കി കുത്തിയ 5 ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ 4 ഓപ്ഷനും തന്നു. അപ്പം ഞാനിങ്ങനെ എന്തൊക്കെയോ ആൻസർ, സർ ഓപ്ഷൻ B, ഓപ്ഷൻ D കർണാടക, അങ്ങനെ ഓരോന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ തന്നെ പുള്ളി തീരുമാനിച്ചു ഞാനിത് എവിടെയോ നോക്കി കോപ്പി ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കമ്പനിയിലൊരു ജോബ് റോൾ എനിക്ക് റിജക്റ്റഡ് ആയി. അപ്പം റിജക്റ്റ് ആയതുമല്ല കോമഡി, അന്ന് എനിക്ക് കുറച്ച് വിഷമമായി. കാരണം എൻ്റെ അടുത്ത് ആ ഒരു സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വേറൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയത് നീ ചീറ്റ് ചെയ്തിട്ടാണ് എക്സാം എഴുതിയെന്നുള്ളൊരു ഇത് മാനേജർക്ക് തോന്നി, അതുകൊണ്ടാണ് റിജക്റ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഹി ടോൾഡ് ഇപ്പോൾ ഒക്കെ എല്ലാവരും ചീറ്റ് ചെയ്തൊക്കെ തന്നെയാണ് എക്സാംസ് എഴുതുന്നത്. ബട്ട് ദ തിങ് ഈസ് നമ്മൾ AI വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാക്ക് വെച്ചിട്ടോ എക്സാം ചീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓട്ടോറിറ്റീസ് ഏത് മീൻസ് ത്രൂ ആണെങ്കിലും നമ്മൾ എക്സാം എഴുതി ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു ഹിസ്റ്ററി കളയാണ്ട് ജസ്റ്റ് അതൊന്ന് പഠിച്ചിട്ട് പോവുക. കാരണം മേ ബി ഇതുപോലത്തെ ഓൺലൈൻ എക്സാംസും കാര്യങ്ങളും വരുമ്പോൾ ഇങ്ങനത്തെ AI ടൂൾസ് വെച്ചിട്ടുള്ള ആൻസർ കുത്തുന്ന പരിപാടിയും ക്ലിയർ ചെയ്യുന്ന പരിപാടിയും ഇപ്പോൾ കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പോൾ മേ ബി അങ്ങനെ ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം ആളും അത് പെട്ടെന്ന് അങ്ങനെ ആലോചിച്ചില്ല. കാരണം മുമ്പ് വന്ന ആരോടും ഒരു കാൻഡിഡേറ്റിന് പോലും അത് ചോദിച്ചില്ല. പിന്നെ എൻ്റെ
തലയുടെ ഉച്ചിയിലാണ് ഭാഗ്യം വരച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് മാത്രം പുള്ളിക്ക് ആ ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കാൻ തോന്നിയതും എനിക്ക് തന്നെ ആൻസർ ബബ്ബബ്ബ വന്നതും. അപ്പോൾ അപ്പം മാക്സിമം സ്വന്തമായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ എങ്ങാനും നിങ്ങൾ എവിടെയെങ്കിലും നോക്കി എഴുതാൻ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആയിട്ട് ആരും എടുക്കരുത്. പക്ഷെ എങ്ങാനും നിങ്ങൾ എവിടെയെങ്കിലും നോക്കി എഴുതിയാൽ തന്നെ ഇൻ്റർവ്യൂവിന് പോണതിന് മുൻപ് അതൊക്കെ ഒന്ന് ഓടിച്ച് പഠിച്ച് എന്താണ് നിങ്ങൾ കുത്തിയെന്നുള്ളത് മനസ്സിലാക്കിയിട്ടൊക്കെ ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ കിടന്ന് നാണം കിടണ്ടി വരില്ല അന്യ സംസ്ഥാനത്ത് പോയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.